ഹായ് ഓൾ. അപ്പൊ ഇന്ന് മിസ് പറയാൻ പോകുന്നു സെൽഫ് ഇൻഡക്റ്റൻസ്. സെൽഫ് ഇൻഡക്റ്റൻസ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് പറയുന്നുണ്ട്. ഫസ്റ്റ് എന്താണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് നോക്കാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു കോയിലിലേക്ക് ഇൻപുട്ട് കൊടുക്കുമ്പോൾ, അതായത് ഒരു കോയിലിലേക്ക് കറണ്ട് കയറി ആ കോയിലിൽ തന്നെ ഫ്ലക്സ് ലിങ്ക് ചെയ്ത് EMF ഇൻഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ദ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതുപോലെ എന്താണ്, ഒരു സൈഡിൽ ഇൻപുട്ട് കൊടുക്കും, വേറൊരു സൈഡിൽ, അതായത് ഒരു കോയിലിൽ പ്രൈമറി കോയിലിൽ ഇൻപുട്ട് കൊടുക്കും, സെക്കൻഡറി കോയിലിൽ ഔട്ട്പുട്ട് കിട്ടും. ദ മെയിൻ എക്സാമ്പിൾ ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഇസ് ട്രാൻസ്ഫോമർ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, പ്രൈമറിയിൽ ഇൻപുട്ട് കൊടുക്കുന്നു, സെക്കൻഡറിയിൽ ഔട്ട്പുട്ട് എടുക്കുന്നു, അതാണ് നമ്മുടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് നമ്മൾ എന്താ പറയുന്നത്, ഒരു കോയിലിലേക്ക് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ദാറ്റ് മീൻസ് ഒരു കോയിലിലേക്ക് നമ്മൾ കറണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കോയിലില് കറണ്ട്, ആ കോയിൽ ബൗണ്ട് ചെയ്തേക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് കറണ്ട് സർക്കുലേറ്റ് ചെയ്ത് ഫ്ലക്സ് പ്രൊഡ്യൂസ് ആയി അതിൽ തന്നെ എന്തുണ്ടാവും, EMF ഇൻഡ്യൂസ് ചെയ്യും. ദീസ് കൈൻഡ്സ് ഓഫ് ഇൻഡക്ഷൻസ് ആർ കോൾഡ് ദ സെൽഫ് ഇൻഡക്റ്റൻസ്. ഇനി നമുക്ക് അതിന്റെ ഞാൻ ഡെറിവേഷൻ എഴുതാൻ പോവാണ് ആൻഡ് ഡെഫിനേഷൻസും എഴുതാം കേട്ടോ. നോക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പം എഴുതിയിട്ടിട്ടുണ്ട്, ഡെഫിനേഷൻ ആയിട്ട് എഴുതിയിട്ടുണ്ട് സെൽഫ് ഇൻഡക്ഷൻ. സർ കൺസിഡർ, ഞാൻ പറഞ്ഞത് ബൈ ദ സെന്റൻസ് എഴുതിയേക്കാണ് കേട്ടോ. അപ്പോ കൺസിഡർ എ സർക്യൂട്ട് ത്രൂ വിച്ച് ദ കറന്റ് ചേഞ്ചസ്, സോ ദ ഫ്ലക്സ് ലിങ്കിങ് വിത്ത് ദ കോയിൽ ഓൾസോ ചേഞ്ചസ്. അതായത് ഒരു സർക്യൂട്ട് കറണ്ട് ചേഞ്ച് ആവുന്ന ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യുക. കറണ്ട് ചേഞ്ച് ചെയ്താൽ എന്തുണ്ടാവും, ഫ്ലക്സ് അവിടെ ചേഞ്ച് ആവും അല്ലെ, ഫ്ലക്സ് ചേഞ്ച് ആവും അക്കോർഡിംഗ് ടു ദ ഫാരഡേസ് ലോ ഓഫ് ഇൻഡക്ഷൻ. അങ്ങനെ ഫ്ലക്സ് ചേഞ്ച് ആവുമ്പോൾ ഫാരഡേസ് ലോ ഓഫ് ഇൻഡക്ഷന്റെ ബേസിസിൽ നമുക്ക് എന്തെന്ന് പറയാം, അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യും. ഫാരഡേയുടെ രണ്ട് ലോസ് നിങ്ങൾക്ക് അറിയോ. ദ ഫസ്റ്റ് ലോ, ഫാരഡേസ് ലോയുടെ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ ഫസ്റ്റ് ഇയേഴ്സിന് വേണ്ടിയിട്ട്. Faraday's first law states that whenever a flux cut by a conductor, an EMF is induced in it. എന്താ ഫസ്റ്റ്, whenever a flux cut by a conductor, an EMF is induced in it. ഇത് ഞാൻ DC ജനറേറ്ററിൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ എങ്ങനെയാണ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നതെന്ന്. DC ജനറേറ്റേഴ്സ് ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആൻഡ് the second law of Faraday's second law states that the rate of change of flux linkage which is directly proportional to the magnitude of EMF induced, അല്ലെങ്കിൽ the magnitude of EMF induced is directly proportional to the rate of change of flux linkage. Induced EMF എന്ന് പറയുന്ന E which is proportional to flux linkage, rate of change of flux linkage ആണ്, that is d phi by dt ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് പറയുന്നത്, ഒരു സർക്യൂട്ടിലേക്ക് കറണ്ട് കൊടുക്കുമ്പോൾ കറണ്ട് എന്ത് ചെയ്യും, സർക്കുലേറ്റ് ചെയ്യും. ഒരു കോയിലിലേക്ക് കറണ്ട് സർക്കുലേറ്റ് ചെയ്താൽ എന്തുണ്ടാവും, ഫ്ലക്സ് ലിങ്ക് ചെയ്യും. അങ്ങനെ ഫ്ലക്സ് ലിങ്ക് ചെയ്താൽ അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ എന്തുണ്ടാവും, EMF ഇൻഡ്യൂസ് ചെയ്യും. ക്ലിയർ ആണോ, EMF ഇൻഡ്യൂസ് ചെയ്യും. അപ്പൊ അതിന്റെ ബേസിസിലാണ് നമ്മൾ ഇത് പറഞ്ഞിട്ടുള്ളത്. കൺസിഡർ എ സർക്യൂട്ട് ത്രൂ വിച്ച് ദ കറന്റ് ചേഞ്ചസ്, so the flux linking with the coil also changes. According to Faraday's law of induction, EMF is induced. EMF induce ചെയ്യും Faraday's law വെച്ചിട്ട്. That means EMF is equal to rate of change of flux linkage. ഇനി മക്കളെ, നിങ്ങൾ ഇലക്ട്രിക്കൽ ആണെങ്കിലും ഇലക്ട്രോണിക്സുകാരാണെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കുക. What does this rate of change represents? എന്താ, d/dt. ഈ d/dt നെയാണ് നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്ന് പറയുന്നത്. ഇതിവിടെ ഇപ്പൊ ഫ്ലക്സ് ആയതുകൊണ്ട് എനിക്ക് d/dt ഓഫ് I എന്ന് പറയാം. ഇപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എനർജി ആണെങ്കിൽ d/dt ഓഫ് നമ്മൾ E എന്ന് പറയും. എനർജി E റെപ്രസെന്റ് ചെയ്യും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണെങ്കിൽ d/dt ഓഫ് V എന്ന് പറയും. ദിസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി നമ്മൾ ആക്സലറേഷൻ എന്ന് പറയില്ലേ, അതുപോലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഇസ് വെലോസിറ്റി എന്ന് പറയില്ലേ. കണ്ടോ, അപ്പൊ ദിസ് റേറ്റ് ഓഫ് ചേഞ്ച് എവിടെയാണെങ്കിലും നിങ്ങൾ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് d/dt എന്ന് റെപ്രസെന്റ് ചെയ്തോട്ടോ. ആൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജസ് ഈക്വൽ ടു ദ EMF ഇൻഡ്യൂസ്ഡ്. ക്ലിയർ ആണോ, ദ EMF ഇൻഡ്യൂസ്ഡ്. ഇനി ഞാൻ ഡെറിവേഷൻ എഴുതാൻ പോവാട്ടോ. EMF which is E is equal to rate of change of flux linkage അല്ലേ. അപ്പൊ ഈ ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്നത് എവിടെയാണ്, കറണ്ട് കയറുന്ന കോയിലിലേക്ക്. കോയിലിന് എന്തുണ്ട്, ടേൺസ് ഉണ്ട്. ദാറ്റ് is E is equal to N into d/dt of I അല്ലെങ്കിൽ d phi by dt എന്ന് നമുക്ക് പറയാം. This is equation number 1. Okay, E is equal to N into d phi by dt. അതെന്താന്ന് വെച്ചാൽ മിസ് ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു കോയിലിലേക്ക് നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ ഫ്ലക്സ് ഉണ്ടാവുന്നു, EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. കോയില് വെറുതെ സ്ട്രെയിറ്റ് കോയിൽ അല്ലല്ലോ, വൗണ്ടഡ് അല്ലേ, വൗണ്ട് ചെയ്ത് വെച്ചിട്ടില്ലേ കോയിൽ അല്ലേ. അപ്പൊ ഈ വൗണ്ട് ചെയ്യുമ്പോ എന്തുണ്ട്, ടേൺസ് ഉണ്ട്, നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്.
ആ നമ്പർ ഓഫ് ടേൺസിലേക്ക് കറണ്ട് കയറുമ്പോഴാണ് ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവുന്നത്, റൈറ്റ്? ടേൺസിലേക്ക് കറണ്ട് കയറുമ്പോഴാണ് ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നു, E is equal to N into d phi by dt. അപ്പോൾ ടേൺസിലേക്ക് ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവുമ്പോൾ EMF ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, ടേൺസിലോട്ട് കറണ്ട് കയറി ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവുമ്പോൾ EMF ഇൻഡ്യൂസ് ചെയ്യും. ദിസ് ഇസ് ദ ഫസ്റ്റ് EMF ഇൻഡ്യൂസ്ഡിന്റെ ഫസ്റ്റ് ഇക്വേഷൻ. EMF ഇൻഡ്യൂസ്ഡ് ഈസ് E is, ഞാൻ സെന്റൻസ് എഴുതാം, is directly proportional to എന്തിനോടും കൂടിയാണ്? directly proportional to the rate of change of current. കറണ്ടിന്റെ ചേഞ്ചിനോടും പ്രൊപ്പോർഷണൽ ആണ്. proportional to rate of change of എന്താ? കറന്റ് അല്ലേ? കറന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം E is equal to ആണ്. ഞാൻ പ്രൊപ്പോർഷണാലിറ്റി അല്ല എഴുതുന്നത്. ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റന്റ്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. അതായത് ഈ പ്രൊപ്പോർഷണൽ ടു എനിക്കിപ്പോ di/dt എന്ന് എഴുതാം. ആൻഡ് ദിസ് പ്രൊപ്പോർഷണാലിറ്റി ക്യാൻ ബി റിമൂവ്ഡ് ബൈ യൂസിങ് എ കോൺസ്റ്റന്റ് കോൾഡ് ദ സെൽഫ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. സെൽഫ് ഇൻഡക്റ്റൻസ് E is equal to L into di/dt. ക്ലിയർ ആണോ? ഇപ്പൊ ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുത്തു. ഞാൻ ഒന്നുകൂടെ പറയാം. E is equal to N into d phi by dt എന്നുള്ളത് നമുക്കറിയാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ആൻഡ് ഓൾസോ E is directly proportional to the rate of change of current. അല്ലെ, കറണ്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചല്ലേ ഫ്ലക്സ് ഉണ്ടാവുന്ന, അപ്പോഴല്ലേ EMF ഉണ്ടാവുന്നത്. അപ്പോ കറണ്ട് ചേഞ്ച് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് EMF ഉണ്ടാവുന്നു എന്ന് പറയാലോ. ദാറ്റ് ഈസ് E is equal to E proportional to di/dt. directly proportional ആ പറഞ്ഞത്. അപ്പൊ E proportional to di/dt, which is equal to E proportionality can be removed by using any constant. ആണല്ലോ, any constant ഉപയോഗിച്ചാണ് നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി റിമൂവ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി റിമൂവ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ദ സെൽഫ് ഇൻഡക്റ്റൻസ്. ഇവിടെ സെൽഫ് ഇൻഡക്ഷൻ പറയുന്നുണ്ട്. ദ സെൽഫ് ഇൻഡക്റ്റൻസ് കോൺസ്റ്റന്റ് L, that is E is equal to L into di/dt. ഇപ്പൊ നമ്മൾ ഇവിടെയും ഈ പ്രൊപ്പോർഷണാലിറ്റിയുടെ ബേസിൽ പറഞ്ഞാൽ E proportional to d phi by dt എന്ന് നമുക്ക് പറയാം കേട്ടോ. Because the rate of change of flux linkage is directly proportional to magnitude of EMF എന്നാണ് ഫാരഡേ പറഞ്ഞിട്ടില്ലേ. അങ്ങനെ പറയുമ്പോൾ എന്താണ്? E proportional to d phi by dt അല്ലേ? E proportional to d phi by dt, that is E is equal to N into d phi by dt അല്ലേ? ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയ കോൺസ്റ്റന്റ് ആണ് ടേൺസ് ഉപയോഗിച്ചിട്ടുള്ള N. ക്ലിയർ ആണോ? ടേൺസ് ഉപയോഗിച്ചിട്ടുള്ള N. അപ്പൊ E is equal to N into d phi by dt. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് E is equal to L into di/dt. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം നോക്കിയാൽ RHS സൈഡ്, റൈറ്റ് സൈഡ് എന്താണ്? ഇൻഡ്യൂസ്ഡ് EMF ഈ സെയിം ആണ് അല്ലെ? ഇൻഡ്യൂസ്ഡ് EMF ഈ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്യാൻ പാടില്ലേ? അങ്ങനെ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഇൻഡക്റ്റൻസ്, സെൽഫ് ഇൻഡക്റ്റൻസ് കോൺസ്റ്റന്റ് എല്ലാം എന്താന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഇപ്പൊ മിസ് ഇങ്ങോട്ട് എഴുതിയ കാണാൻ പറ്റുമോ? ഓക്കെ, നോക്കിക്കോ. ഇക്വേറ്റിംഗ് ഇക്വേഷൻ 1 is equal to ഇക്വേഷൻ 2. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പം N into d phi by dt, N into d phi by dt is equal to L into di/dt. ഡിനോമിനേറ്റർ രണ്ടും dt അല്ലേ, സെയിം അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നാ കിട്ടുന്നത്? എന്തെന്ന് കിട്ടും? N into d phi is equal to L into di. What we want to find here? എന്താ കണ്ടുപിടിക്കാനുള്ള? L അല്ലേ? സെൽഫ് ഇൻഡക്റ്റൻസ് കോൺസ്റ്റന്റ് L അല്ലേ കണ്ടുപിടിക്കാറുള്ളത്. സോ ആ L എന്ന് പറയുന്നത് ഇനിയിപ്പോ കണ്ടുപിടിക്കാലോ. എന്താ? N into d phi by di ചെയ്താൽ L കിട്ടത്തില്ലേ? ഇപ്പൊ നമുക്ക് കിടക്കുന്നേ, ഞാൻ ഈ സൈഡ് ഒന്ന് മായ്ക്കുവാണേ. പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ദാറ്റ് ഈസ് എന്ത് കിട്ടും? N into d phi is equal to L into di. We have to find out the term called the self-inductance L. So L is equal to N into d phi by di. Okay, hold. This is the self-inductance L. Okay, this is the term called the self-inductance. That is self-inductance L is equal to number of turns into d phi by di, flux with respect to current. Flux changing with respect to current. കറണ്ടിനനുസരിച്ച് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഈ എന്തുണ്ടാവും?
EMF, ആ EMFനെ നമ്മൾ എന്തെന്ന് പറയും? സെൽഫ് ഇൻഡക്റ്റൻസ്. ബിക്കോസ് ഒരു കോയിലിലേക്ക് തന്നെ നമ്മൾ കറണ്ട് കൊടുത്തു, ആ കറണ്ടിന് കറസ്പോണ്ടിങ് ഫ്ലക്സ് ലിങ്ക് ചെയ്തു, ഫ്ലക്സ് ലിങ്ക് ചെയ്തപ്പോൾ EMF ഉണ്ടായി. ആ കൈൻഡ് ഓഫ് EMFനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് അല്ലെ? സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. അതാണ് ഈ ഒരു ഒറ്റ ഇക്വേഷനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ടേൺസിലേക്ക് കറണ്ട് കയറിയപ്പോൾ ഫ്ലക്സ് ലിങ്ക് ചെയ്തു. ദാറ്റ് ഈസ് ഫ്ലക്സ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഓഫ് കറണ്ട്. ഫ്ലക്സ് linking with respect to current. Flux change അല്ല, flux link ചെയ്യും. Flux linking with respect to current എവിടെ? ടേൺസിനകത്ത് അല്ലെ? ഒരു കോയിലിലേക്ക് നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ കോയിലിലെ ടേൺസിലേക്ക് കറണ്ട് കയറിയിട്ട് ഫ്ലക്സ് ഉണ്ടാവും. ആ ഫ്ലക്സ് ലിങ്ക് ചെയ്ത് നമുക്ക് എന്തുണ്ടാവും? EMF ഇൻഡ്യൂസ് ചെയ്യും. ഇവിടെ ഒരു കോയിലിൽ തന്നെ ഇൻപുട്ടും കൊടുത്ത് അവിടെ തന്നെ EMF ഉണ്ടാവുന്നതുകൊണ്ട് അതിനെ നമ്മൾ എന്തെന്ന് പറയും? സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയും. സോ ഫോർ റെപ്രസെന്റിങ് ദ ടേം സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF we use the constant called L. അല്ലെ? L. അപ്പൊ L is equal to n into d∅dt and the unit of, വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ എഴുതാം, യൂണിറ്റ് ഹെൻറി. വേണമെങ്കിൽ നമുക്ക് ഇതിനെ സെൽഫ് ഇൻഡക്റ്റൻസിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സെൽഫ് ഇൻഡക്റ്റൻസ് L is defined as the flux linkage per d∅ di. ഫ്ലക്സ് ലിങ്കേജ് പെർ 1 ആംപിയർ ഓഫ് കറണ്ട്. 1 ആംപിയർ ഓഫ് കറണ്ടിൽ ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൽഫ് ഇൻഡക്റ്റൻസ് L എന്ന് പറയുന്നത്. യൂണിറ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ഹെൻറി H ഉപയോഗിക്കും. ഓക്കെ ആണോ? ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് എന്താണ്? മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. നോക്കിക്കോ, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഞാൻ എന്താണ് പ്രോസസ് എന്ന് എഴുതിയിട്ട് ജസ്റ്റ് പിക്ചർ വരച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമേ തന്നെ ഇൻട്രോ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഈസ് ദ ഫിനോമിനൻ ഓഫ് ജനറേറ്റിംഗ് എന്താണ്? EMF in one coil due to the current changing in the due to the current changing in the നിയറസ്റ്റ് കോയിൽ. അതായത് ഒരു കോയിലിൽ ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതിന്റെ അടുത്തുള്ള കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ട്രാൻസ്ഫോമർ ആണെന്നും പറഞ്ഞു. ബിക്കോസ് ഇതൊരു ട്രാൻസ്ഫോമർ പിക്ചർ പോലെയാ. എന്താണ്? ഇത് പ്രൈമറി സൈഡും ഇത് സെക്കൻഡറി സൈഡും അല്ലെ? ഞാനിപ്പോ പ്രൈമറി സൈഡിൽ E1 ഉള്ള ഇൻപുട്ട് കൊടുത്തു, അതിന് കറസ്പോണ്ടിങ് കറണ്ട് I1 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡറി സൈഡ് എന്ന് പറയുന്ന E2 എന്ന് പറയുന്ന ഇൻഡ്യൂസ്ഡ് EMF അവിടുത്തെ കറണ്ട് I2 ആയിരിക്കണം. ആൻഡ് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ഈസ് N1 ആൻഡ് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ഈസ് N2. ഓക്കെ, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ഈസ് N1 ഉം ഇത് N2. അപ്പോ നമ്മളിപ്പോ E2 ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് പറയാൻ പോകുന്നത്. അതായത് E2 എന്നുള്ള ഇൻഡ്യൂസ്ഡ് EMFന്റെ സെക്കൻഡറി സൈഡാണ് പറയാൻ പോകുന്നത്. ഇങ്ങനെ ഒരു കോയിലിൽ ഇൻപുട്ട് കൊടുത്തിട്ട് വേറൊരു കോയിലില് ഔട്ട്പുട്ട് ലിങ്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള കോയിലില് EMF ഇൻഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു പ്രോസസ് ആക്ടിങ് ഉണ്ട്. അതായത് ഫാരഡേസ് ലോയുടെ കൂടെ ലെൻസസ് ലോയുടെ ഇഫക്റ്റ് ഉണ്ടാവും. ലെൻസസ് ലോ എന്ന് പറയുന്നത് സ്റ്റാൻഡ് ബൈ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ഒപ്പോസിഷൻസ് കോസ് ചെയ്യും എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് പെട്ടെന്ന് സ്റ്റാൻഡ് ബൈ ആയിട്ടുള്ള ഒരു മെഷീൻ സ്റ്റാർട്ട് ചെയ്യുമ്പം അതിന്ന് ഇപ്പൊ നമ്മൾ പറയില്ലേ, എന്താ മെഷീൻസ് സ്റ്റാൻഡ് ബൈ ആയിട്ടിരിക്കുന്ന മെഷീൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഫ്രിക്ഷൻ ലോസുകൾ ഉണ്ടാവും. സഡൻ ആയിട്ടുള്ള കോൺസ്റ്റന്റ് ലോസുകൾ, സഡൻ കറണ്ട് കയറുമ്പോൾ കോൺസ്റ്റന്റ് ലോസസ് എഫക്ട് ചെയ്യും. അപ്പൊ പെട്ടെന്നുള്ള ഒരു ജെർക്ക് ഉണ്ടാവാം, പെട്ടെന്നുള്ള സഡൻ ആയിട്ട് കറണ്ട് കയറുമ്പോൾ ഉള്ള ഓവർ എക്സൈറ്റഡ് കണ്ടീഷനിലുള്ള റണ്ണിങ് ഉണ്ടാവാം. അങ്ങനെയെല്ലാം ഒപ്പോസിഷൻസ്, പല കൈൻഡ് ഓഫ് ഒപ്പോസിഷൻസ് മെഷീൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒപ്പോസിഷൻ ഇവിടെ ഉണ്ടാവും. ദാറ്റ് മീൻസ് നെഗറ്റീവിന്റെ ഒരു ഇഫക്റ്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഒപ്പോസിഷൻസ് അല്ലെങ്കിൽ ലെൻസസ് ലോ കാരണം ഉണ്ടാവുന്ന ഒപ്പോസിഷൻസിനെ നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു നെഗറ്റീവ് കൊണ്ടാണ്. ഓക്കെ, ഒരു നെഗറ്റീവ് കൊണ്ടാണ്. ഇനി നമുക്ക് ഇവിടെ പറയാൻ പറ്റും, ഇപ്പൊ എല്ലാ സെന്റൻസും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രോസസ് ഓഫ് ജനറേഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ എ സർക്യൂട്ട് ബൈ ചേഞ്ചിങ് ദ കറണ്ട് ഇൻ ദ നിയറസ്റ്റ് സർക്യൂട്ട്. നിയറസ്റ്റ് സർക്യൂട്ടിലെ കറന്റ് ചേഞ്ച് കാരണം ഈ സർക്യൂട്ടിൽ, അപ്പൊ ഇതാണ് സർക്യൂട്ട് എങ്കിൽ ഈ സർക്യൂട്ടില് നിയറസ്റ്റ് സർക്യൂട്ടിലെ കറന്റ് ചേഞ്ച് കാരണം എന്തുണ്ടാവും? EMF ഇൻഡ്യൂസ് ചെയ്യും. ദാറ്റ് മീൻസ് E2 പ്രൊഡ്യൂസ് ആവും. എങ്കിൽ നമുക്ക് E2 ഇസ് ഈക്വൽ ടു, ഫസ്റ്റ് തന്നെ പറയാം, E2 ഇസ് ഈക്വൽ ടു d∅dt. ഓക്കെ, 2 പ്രൊപ്പോർഷണൽ ടു d∅dt. E2 എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫ്ലക്സ് ഞാൻ എന്താ റെപ്രസെന്റ് ചെയ്തിട്ടില്ലേ? ഫ്ലക്സ് ഫൈ റെപ്രസെന്റ് ചെയ്തിട്ട് പ്രൈമറിക്കും സെക്കൻഡറിക്കും കോമൺ ആയിട്ടുള്ള ഫ്ലക്സ് ഫൈ ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ E2 പ്രൊപ്പോർഷണൽ ടു d∅dt ആൻഡ് കറന്റ് ചേഞ്ച് പറയുമ്പോൾ E2 പ്രൊപ്പോർഷണൽ ടു di1/dt. നമ്മൾ ഇവിടെ പറഞ്ഞ പ്രോസസ്, കറണ്ട് പ്രൈമറി ഒരു സർക്യൂട്ടിലെ കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ മറ്റേ സർക്യൂട്ടിൽ എന്തുണ്ടാവും? EMF ഇൻഡ്യൂസ് ചെയ്യും അല്ലെ? അപ്പൊ E2 പ്രൊപ്പോർഷണൽ ടു di1/dt.
ഇനി നമ്മൾ എന്ത് ചെയ്യണം? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെ മാറ്റിയിട്ട് റിമൂവ് ചെയ്തിട്ട് വേണം ഇക്വേറ്റ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് റിമൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ലെൻസസ് ലോ യൂസ് ചെയ്യുന്നുണ്ട്. ലെൻസസ് ലോ എന്ന് പറഞ്ഞാൽ ഒപ്പോസിഷൻസ് കോസ് ചെയ്യും അല്ലെ? ഒപ്പോസിഷൻസ് കോസ് ചെയ്യും. അങ്ങനെ ഒപ്പോസിഷൻ കോസ് ചെയ്യും നമ്മൾ എങ്ങനെ ഇവിടെ കാണിക്കാൻ പോന്നേ? എന്ത് ചെയ്യണം? ഒരു നെഗറ്റീവ് റെപ്രസെന്റേഷൻ കൊടുക്കണം. ദാറ്റ് മീൻസ് E2 ഞാൻ താഴേക്ക് എഴുതാം. ദാറ്റ് മീൻസ് E2 ഇപ്പൊ എന്താ എഴുതിയേക്കുന്നത്? E2 പ്രൊപ്പോർഷണൽ ടു d∅/dt. ദാറ്റ് ഇസ് E2 ഈസ് ഈക്വൽ ടു മൈനസ് N2. ടേൺസിലല്ലേ ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്ന? ടേൺസിലല്ലേ കറണ്ട് കയറിയിട്ട് ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്ന ടേൺസിലല്ലേ? അപ്പൊ N2 into d∅/dt. ആൻഡ് അടുത്ത് E2 പ്രൊപ്പോർഷണൽ ടു di1/dt. ക്ലിയർ? di1/dt. ദാറ്റ് ഇസ് E2 ഈസ് ഈക്വൽ ടു മൈനസ് M. എന്താണ്? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ്. പ്രൈമറിയിലെ കറണ്ടും സെക്കൻഡറിയിൽ EMF-ഉം അല്ലെ? പ്രൈമറിയിലെ കറണ്ട് ലിങ്ക് ചെയ്തിട്ട് സെക്കൻഡറി അടുത്ത നിയറസ്റ്റ് സർക്യൂട്ടിലെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് E2 ഇസ് ഈക്വൽ ടു മൈനസ് M into di1/dt. ക്ലിയർ ആണോ? ഇനി ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മൈനസ് N2 d∅/dt ഈസ് ഈക്വൽ ടു minus M into di1/dt. Okay, minus N2 d∅/dt is equal to minus M into di1/dt. ഇതിലിപ്പോ രണ്ട് മൈനസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യും. രണ്ടും ഈക്വൽ ആയിട്ട് അപ്പുറം ഇപ്പുറം നെഗറ്റീവ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് ആ നെഗറ്റീവ്സിനെ ക്യാൻസൽ ചെയ്യാം. ദെൻ dt ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ചെയ്താൽ എന്തെന്ന് എഴുതാൻ പറ്റും? നോക്കണേ. N2 d∅ is equal to M di1 അല്ലെ? N2 d∅ is equal to M di1. that is കാണാൻ പറ്റുമോ? ഓക്കെ, that is M into ഞാൻ ഒന്നുകൂടി എഴുതാം. di1 is equal to N2 d∅, which is എന്തെന്ന് കിട്ടും? M is equal to N2 d∅ by di1 അല്ലേ? M is equal to N2 d∅ divided by di1. അതിനെ ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതാം. നോക്കിക്കോ, മാറ്റി എഴുതാൻ പോവാ. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M is equal to N2 d∅ by di1. ഇതിനെ നമുക്ക് d മാറ്റിയിട്ട് റേറ്റ് ഓഫ് ചേഞ്ച് മാറ്റിയിട്ട് ഇങ്ങനെ എഴുതാം. N2 ∅ by I1. ഓക്കെ, N2 ∅ I1. അപ്പൊ ഇത് സെക്കൻഡറിയിൽ E2 ആണ് പറഞ്ഞെങ്കിൽ നമ്മൾ പ്രൈമറിയിൽ EMF ഇൻഡ്യൂസ് ചെയ്യാൻ പാടില്ലേ? സെക്കൻഡറിയിൽ കറണ്ട് ചേഞ്ച് ചെയ്തിട്ട് പ്രൈമറിയിൽ EMF ഇൻഡ്യൂസ് ചെയ്യാം. അങ്ങനെ പ്രൈമറിയിൽ EMF ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈമറിയിൽ ഉണ്ടാവുന്ന അവിടുത്തെ മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ സിമിലർലി കേസ് വരുന്ന എന്തായിരിക്കും? M is equal to ഈ ടേൺസ് മാറും. N1 ∅ ആവും. കറണ്ട് എന്താവും? I2 ആവും. സെക്കൻഡറി കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ EMF പ്രൈമറിയിൽ ഉണ്ടാവും. അതുപോലെ പ്രൈമറിയിലെ കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ സെക്കൻഡറിയിൽ EMF ഉണ്ടാവും. അപ്പൊ ഫസ്റ്റ് ഈ എഴുതിക്കുന്ന M is equal to N2 ∅ by I1 എന്ന് പറഞ്ഞാൽ I1 കറണ്ട് ആണ് ചേഞ്ച് ചെയ്യുന്നത്. അതായത് പ്രൈമറിയിലെ കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ സെക്കൻഡറിയിൽ EMF ഉണ്ടാവുന്ന കേസ് ഇതും. ആൻഡ് സെക്കൻഡ് I2 ആണ് ഡിനോമിനേറ്റർ. ദാറ്റ് മീൻസ് I2ലെ കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ പ്രൈമറിയിൽ EMF ഉണ്ടാവുമ്പോൾ ഉള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ കേസ് ആണ് ഇതും. ഓക്കെ ആണോ? ഇവിടെ ഞാൻ വേണമെങ്കിൽ എഴുതാം E2 ഇൻഡ്യൂസ്ഡ്, അവിടെ E1 ഇൻഡ്യൂസ് ചെയ്യുമ്പോഴുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ക്ലിയർ ആണോ? ഞാൻ ഇന്ന് പറഞ്ഞത് ക്ലിയർ ആണോ? അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞത് സെൽഫ് ഇൻഡക്റ്റൻസ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഇത് ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഡോട്ട് റൂൾ പറയണം. അപ്പൊ ഈ സെൽഫ് ഇൻഡക്ഷൻ മ്യൂച്വൽ ഇൻഡക്ഷൻ പറയാണ്ട് ഡോട്ട് റൂൾ പറയാൻ പറ്റില്ല. നെക്സ്റ്റ് വരാൻ പോകുന്ന വീഡിയോ ഡോട്ട് റൂൾ ആണ്. അപ്പോ ഇത് അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. ഞാൻ അർച്ചന. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എനിക്ക് കമന്റ് ചെയ്യുക. ഇതർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം. അതിൽ എനിക്ക് കമന്റ് ചെയ്താൽ ഞാൻ ആൻസർ ചെയ്ത് തരുന്നതാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ള, ഞാൻ യൂട്യൂബ് അനലറ്റിക്സ് നോക്കുമ്പോൾ 82% ഓഫ് ദ വ്യൂവേഴ്സ് ആർ നോട്ട് മൈ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ കുറേ 82% ആൾക്കാരെന്ന് പറയുന്ന ഒരുപാട് വ്യൂവേഴ്സ് ആണ് കേട്ടോ, ഒരുപാട് വ്യൂവേഴ്സ് ആണ്. അപ്പൊ ഇത്രയും പേര് എൻ്റെ ചാനല്
സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. ബാക്കി 18% മാത്രമാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണുന്നത്. അപ്പൊ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളിങ്ങനെ സബ്സ്ക്രിപ്ഷൻ കൂടി വരുമ്പോഴാണ് എനിക്ക് വീഡിയോസ് ഇടാനും തോന്നുന്നത്, എനിക്കിങ്ങനെ ക്ലാസ് എടുക്കാനും തോന്നുന്നത്. സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ദെൻ താങ്ക് യു.